ആലുവ മൂന്നാർ രാജാപാതയും മലയോര ഹൈവേയും തുറക്കണമെന്നാവശ്യപ്പെട്ട മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു. ജനകീയ മാർച്ച് അഡ്വക്കേറ്റ് എ രാജ MLA ഉദ്ഘാടനം ചെയ്തു. കനത്ത മഴയെ അവഗണിച്ച നിരവധി ആളുകളാണ് ജനകീയ മാർച്ചിന്റെ ഭാഗമായത്. രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട പഴയ ആലുവ മൂന്നാർ രാജപാത സഞ്ചാരത്തിനായി തുറന്നു നൽകണമെന്ന ആവശ്യത്തിന് വീണ്ടും ശക്തിയാർജിക്കുകയാണ്. നിലവിൽ വനംവകുപ്പ് അധീനതപ്പെടുത്തിയിട്ടുള്ള ഈ പാതയിലൂടെ യാത്ര അനുവദനീയമല്ല. ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും മാങ്കുളമടക്കമുള്ള കാർഷിക ഗ്രാമങ്ങളുടെ വികസനത്തിനും വിവിധ ആദിവാസി ഊരുകളുടെ അടിസ്ഥാന സൗകര്യ വർധനവിനും സഹായകരമാകുന്ന റോഡിന്റെ നവീകരണം സാധ്യമാക്കി ഗതാഗതത്തിനായി തുറന്നു നൽകണമെന്നാണ് ആവശ്യം. ആലുവ മൂന്നാർ രാജപാതയും മലയോര ഹൈവേയും തുറക്കണമെന്നാവശ്യപ്പെട്ടാണ് മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് സംഘടിപ്പിച്ചത്. പെരുമ്പങ്കൂത്തിൽ നിന്നും കുറത്തിക്കുടിയിലേക്കാണ് ജനകീയ മാർച്ച് നടത്താൻ ലക്ഷ്യമിട്ടിരുന്നത്. ജനകീയ മാർച്ച് ഏകദേശം 1 കിലോമീറ്റർ ദൂരം പിന്നിട്ടതോടെ പോലീസ് മാർച്ച് തടഞ്ഞു. കനത്ത മഴയെ അവഗണിച്ചും നിരവധി ആളുകൾ ജനകീയ മാർച്ചിന്റെ ഭാഗമായി. ജനകീയ മാർച്ച് ദേവികുളം MLA അഡ്വക്കേറ്റ് എ രാജ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ സെക്ഷനിലാണ് ഇതിരിക്കുന്നത്. പിന്നീട് 1924 ഇവിടെ ഉണ്ടായ ഒരു മഹാപ്രളയത്തിൽ ഈ റോഡിന്റെ പല ഭാഗങ്ങളും തകർന്നു പോയപ്പോൾ അതൊന്നും നന്നാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ സമരം ചെയ്യേണ്ട വരുന്ന ആവശ്യം വരില്ലായിരുന്നു. മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാനന്ദൻ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മാങ്കുളം സെന്റ് മേരീസ് ഫെറോന പള്ളി വികാരി ഫാദർ ജോർജ് കൊല്ലംപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ, കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി MP, മാങ്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽ ആന്റണി, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. 1924 വെള്ളപ്പൊക്കത്തിന് ശേഷമായിരുന്നു പഴയ ആലുവ മൂന്നാർ രാജപാതയിലൂടെയുള്ള യാത്ര തടസ്സപ്പെട്ടത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.